Hi all, today നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവസ് പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഏരിയാസ് ഗാമറ്റോജെനിസിസ് എന്ന ഏരിയ, പിന്നെ പോളിനേഷൻ, ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. ഇനി നമുക്ക് പോളിനേഷൻ കണക്ട് ചെയ്ത് നമുക്ക് കൺട്രോൾഡ് പോളിനേഷനും അതുപോലെ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, അതേപോലെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുക. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങളേറെ നന്നായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും എക്സാമിനോട് അടുക്കുമ്പോഴൊക്കെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ആ ചാപ്റ്റേഴ്സിനെ ക്വസ്റ്റ്യൻസിലൂടെ ചാപ്റ്ററിലേക്കും ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റിലേക്കും, കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ക്ലാസ്സുകളെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ആംബീഷനിലേക്കൊക്കെ നിങ്ങൾ ഏറ്റവും സ്മാർട്ടായിട്ട് എത്തുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആർ യു റെഡി? ഓക്കെ മക്കളെ, നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഡീൽ ചെയ്യുന്നത് ഏത് ക്വസ്റ്റ്യനാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fruit formation in apple is different from that in banana. Fruit formation in apple is different than that in banana. See, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതോ ഒരു അല്ലേ ഒരു കണക്റ്റഡ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, ഫ്രൂട്ട് ഫോർമേഷൻ ഇൻ ആപ്പിൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ ബനാന, ഓഫ് കോഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തായിരിക്കും, എന്തിനെക്കുറിച്ചായിരിക്കും പറഞ്ഞു നോക്കുക. ആപ്പിൾ എന്നാ തരത്തിലുള്ള ഫ്രൂട്ടാണ്, ബനാന ഏത് തരത്തിലുള്ള ഫ്രൂട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആപ്പിളിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ആപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ആപ്പിൾ എന്നൊരു ഫ്രൂട്ടിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ആപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ സീഡ് ഉണ്ട് അല്ലേ. ബട്ട് ആപ്പിളിൻ്റെ പ്രത്യേകത, ആപ്പിൾ ഈസ് ഫോൾസ് ഫ്രൂട്ടാണ്. ഫോൾസ് ഫ്രൂട്ട്. വാട്ട് ഈസ് ഫോൾസ് ഫ്രൂട്ട്? ഫ്രൂട്ട് ഫോർമേഷൻ അതർ ദാൻ ഓവറി. അതർ ദാൻ ഓവറി. അതർ ദാൻ ഓവറി. ഓവറിയിൽ നിന്നല്ലാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഫോൾസ് ഫ്രൂട്ട്. അതായത് തലാമസിൽ നിന്നാവാം ഫ്രൂട്ട് ഉണ്ടാവുക. തലാമസ്, ഇവിടെ തലാമസിൽ നിന്നാവാം ഫ്രൂട്ട് ഉണ്ടായത്. തലാമസിൽ നിന്നാവാം ഇവിടെ ഫ്രൂട്ട് ഉണ്ടായത്. ഫ്രൂട്ട് ഈസ് ഫോൾസ് ഫ്രൂട്ട്. ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ അങ്ങനെയാണ്. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ, അതർ എക്സാമ്പിൾസ് ആയിരിക്കും. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഒക്കെ എങ്ങനെയുള്ള ഫ്രൂട്ടാണ്? ഫോൾസ് ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഫോർമേഷൻ അതർ ദാൻ ഓവറി. അങ്ങനെയാണ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഇതുമായിട്ട് കണക്ട് ചെയ്തത്? വാട്ട് ഈസ് ട്രൂ ഫ്രൂട്ട്? ഫ്രൂട്ട് ഫോംഡ് ഫ്രം ഓവറി. ഓവറിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ ഫ്രൂട്ട്. ഓവറിൽ നിന്ന് ഉണ്ടാകാത്ത ഫ്രൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോൾസ് ഫ്രൂട്ട്. ഫ്രൂട്ട് ഫോർമേഷൻ അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫോൾസ് ഫ്രൂട്ട്. ദാറ്റ് ഈസ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫോൾസ് ഫ്രൂട്ട്. അപ്പം ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇവിടെ എൻഡോകാർപ്പുണ്ട് അല്ലേ. എൻഡോകാർപ്പുണ്ട്, മീസോകാർപ്പുണ്ട്, അതേപോലെ തന്നെ സീഡുണ്ട്. നമുക്കറിയാം ആപ്പിളിൻ്റെ അകത്തൊരു സീഡുണ്ട്. അതേപോലെ തന്നെ കാലിക്സ് അല്ലേ, അവിടെ കാലിക്സ് റെഡ്യൂസ് ചെയ്ത് അവിടെ ആ ഫ്രൂട്ടിൻ്റെ അറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ്സ് എ പാർട്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫോൾസ് ഫ്രൂട്ട് ആൻഡ് ട്രൂ ഫ്രൂട്ട്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫ്രൂട്ട് ബേസ്ഡ് ഓൺ ഫോർമേഷൻ, ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫോൾസ് ഫ്രൂട്ട്. നമുക്കറിയാം ഫ്രൂട്ട് ഫോർമേഷൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷന് ശേഷമാണ് എന്തുണ്ടാവുക? ഫ്രൂട്ട് ഉണ്ടാവുക. ഈ ഫ്രൂട്ട് ഫോംഡ് ഫ്രം ഓവറി ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട്. അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫോൾസ് ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് ആണ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ഓക്കെ, അതർ ദാൻ നമുക്കറിയാം വാട്ട് ഈസ് തലാമസ്? സ്വോളൻ എൻഡ് ഓഫ് പെഡിസിൽ. പെഡിസിൽ ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിൻ്റെ സ്റ്റോക്കാണ് പെഡിസിൽ. ആ പെഡിസിലിൻ്റെ സ്വോളൻ എൻഡാണ് തലാമസ്. സ്വോളൻ എൻഡ് ഓഫ് ദ പെഡിസിൽ ഈസ് കോൾഡ് തലാമസ്. ആ തലാമസിലാണ് നമ്മൾ ഫ്ലോറൽ വേൾഡ്സ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗനീഷ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. We know that calyx and corolla are a non-essential wall, whereas androecium and gynoecium are the essential wall. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തലാമസിലാണ്. ഈ തലാമസിൽ സാധാരണ നമുക്കറിയാം ഓവറി, പാർട്ട് ഓഫ് ദ കാർപ്പൽ, ഓവറിയിൽ നിന്നാണ് സാധാരണ ഫ്രൂട്ട് ഉണ്ടാവുക. ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട്. ഫ്രൂട്ട് ഓവറിൽ നിന്നല്ല എങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഇവിടെ ഫോൾസ് ഫ്രൂട്ടിൽ തലാമസിൽ നിന്നാണ് മിക്കവാറും ഓവറി ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹൗ ഡു ഫ്രൂട്ട്സ് ഡെവലപ്പ് ഇൻ ദം? നമ്മൾ ആദ്യത്തെ കേസിൽ ഫ്രൂട്ട് എവിടെ നിന്നാണെന്ന് കണ്ടു. രണ്ടാമത്തെ ബനാനയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബനാനയുടെ പ്രത്യേകത എന്താണ്? ബനാന എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ കേസ് വരുമ്പം പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വാട്ട് മീൻ ബൈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ
ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. വാട്ട് യു മീൻ ബൈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് മക്കളെ? ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ നടക്കുന്ന ഫ്രൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അങ്ങനെ വരുമ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ് എന്ത്? ബനാന. ബനാന ഇസ് ദ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ബനാന മാത്രമല്ല, പൈനാപ്പിൾ, റൈറ്റ്? പൈനാപ്പിൾ ഈസ് ഓൾസോ അനദർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. സി ഈ കാണുന്ന ഫ്രൂട്ട് എന്ന് പറയുന്ന ബനാന ഫ്രൂട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സി ദെയർഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആർ സീഡ്ലെസ് ഫ്രൂട്ട്. അവരാരായിരിക്കും? സീഡ്ലെസ് ഫ്രൂട്ടുകളായിരിക്കും. സീഡ്ലെസ് ഫ്രൂട്ടുകളായിരിക്കും അല്ലേ? സീഡ്ലെസ് ഫ്രൂട്ടുകളായിരിക്കും. അതേപോലെ തന്നെ ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ല, അപ്പോൾ ഓവറിൽ തന്നെ ആയിരിക്കും ഫ്രൂട്ട്. അത് ട്രൂ ഫ്രൂട്ടാണ്. എന്നാൽ ആപ്പിൾ ഈസ് ദ ഫോൾസ് ഫ്രൂട്ട്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് ദ ട്രൂ ഫ്രൂട്ട്, ബട്ട് ഇറ്റ് ഈസ് ദ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇവിടെ സീഡ്ലെസ് ഫ്രൂട്ടുകളാണ്. ബനാന ഇസ് എ സീഡ്ലെസ് ഫ്രൂട്ട്. നമുക്കറിയാം ഇവിടെ ഈ ഒരു ബനാനയുടെ നമുക്ക് സക്കറിൻ്റെ മോഡിഫിക്കേഷൻ കണ്ടിട്ടുണ്ടല്ലേ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് സക്കർ എന്ന ബനാനയെക്കുറിച്ചും പഠിക്കാനുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ മെയിൻ സ്റ്റെം ബ്രാഞ്ച് ഗ്രോ ഹൊറിസോണ്ടലി ബിനീത് ദ സോയിൽ ആൻഡ് ഗ്രോ obliquely upwards and bearing leafy shoots above the soil എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, സക്കർ അല്ലേ? അത് ബനാനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബനാന കണക്ട് ചെയ്ത് നമുക്ക് ആ പോയിന്റ്സ് അറിയാം. അതേപോലെ തന്നെ മക്കളെ നമുക്ക് വേറെ പോയിന്റ്സ് ഉള്ളത് എന്താണ്? അതേപോലെ തന്നെ ബനാന, പൈനാപ്പിൾ പോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ പാർത്തനോകാർപ്പി ഡെവലപ്പ് ചെയ്ത് വാട്ടർ മെലൺ, ഗ്രേപ്സ് ഒക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ പാർത്തനോകാർപ്പി ഡെവലപ്പ് ചെയ്യാറുണ്ട്. സീഡ്ലെസ് ഫ്രൂട്ടുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഹൗ ഡു ഫ്രൂട്ട്സ് ഡെവലപ്പ് ഇൻ ദം? ഇൻ ദ കേസ് ഓഫ് ആപ്പിൾ, ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം അതർ ദാൻ ഓവറി, മേ ബി thalamus. And the case of banana, fruit from of course ovary, but the fruit is formation without fertilization. Right, the name of these fruits. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് ഫോൾസ് ഫ്രൂട്ട് ആണെങ്കിൽ ബനാന ആൻഡ് പൈനാപ്പിൾ ആർ ദ നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. മക്കളെ ഓക്കെ ആണോ? ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഫ്രൂട്ട് ഫോർമേഷനിലേക്കാണ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് ഫോർമേഷൻ ഫ്രം ഓവറി ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് ഫോർമേഷൻ ഫ്രം അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫോൾസ് ഫ്രൂട്ട്. അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ ഡീൽ ചെയ്തു. ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള പോയിന്റ്സ് നമ്മൾ അങ്ങനെ ഡീൽ ചെയ്തു. വീണ്ടും നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ഫ്ലഷി ഫ്രൂട്ടുമുണ്ട്, ഡ്രൈ ഫ്രൂട്ടുമുണ്ട്. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വോൾ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്. അപ്പോൾ നമുക്കറിയാം ഓവറിയുടെ വോളുകൾ, അല്ലെങ്കിൽ ഓവറിക്ക് നമുക്കറിയാം ഓവറി എന്ന് പറയുമ്പോൾ ഓവറി become fruit, ovary wall become fruit wall. Fruit wall is called epicarp. Fruit wall is pericarp. Pericarp എന്ന് പറയുമ്പോൾ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് തിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫ്രൂട്ട് വോൾ ഈസ് കോൾഡ് പെരികാർപ്പ്. പെരികാർപ്പ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് തിരിച്ചിരിക്കുന്ന ഫ്രൂട്ടുകളാണ് ഫ്ലഷി ഫ്രൂട്ട്. നമുക്കിങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഫ്രൂട്ടുകളാണ് ഫ്ലഷി ഫ്രൂട്ടുകളാണ്. ഡ്രൂപ്പ് അല്ലെങ്കിൽ ബെറി, ഹെസ്പിരിഡിയം ഒക്കെ. ഡ്രൂപ്പിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട് മാംഗോ കോക്കനട്ട് അല്ലേ? മാംഗോ കോക്കനട്ട് അതിൻ്റെ അകത്ത് എഡിബിൾ പോർഷൻ ഓഫ് കോക്കനട്ട് ഈസ് എൻഡോസ്പേം ആണ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് മാംഗോ ദ എഡിബിൾ പോർഷൻ ഈസ് മീസോകാർപ്പ് ആണ്. മീസോകാർപ്പ്. ഫൈബർ പാർട്ട് ഓഫ് ദ കോക്കനട്ട് ആണ് മീസോകാർപ്പ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഏരിയ ഡീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് കണക്ട് വിത്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ഓൾസോ ഈ സെക്ഷൽ റീപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ പോയിന്റ് നമുക്ക് ആ ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചാപ്റ്ററിനെ +2 പഠിക്കുമ്പോൾ +1 കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കയ്യിലെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ? ഓക്കെ. ദെൻ നെക്സ്റ്റ് അപ്പോൾ ഫ്ലഷി ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ഡ്രൈ ഫ്രൂട്ടുകളുണ്ട്. അതെ, ഫ്രൂട്ട് ബോൾ തിരിച്ചറിയത്തില്ല. അത് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് തിരിച്ചറിയത്തില്ലാത്ത ഫ്രൂട്ടുകളാണ് ഈ സിറിയൽസ്, കാരിയോപ്സിസ് ഒക്കെ. കാരിയോപ്സിസ് സിറിയൽസിൻ്റെ ഫ്രൂട്ടാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, മോർഫോളജി കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Artificial hybridization is one of the major approaches for crop improvement program. Artificial hybridization is one of the important approach and a crop improvement program. Suggests the technique used to protect stigma of bisexual flower during hybridization. അതായത് നമ്മൾ ഒരു ബൈസെക്ഷൽ ഫ്ലവറിനെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഒരു ബൈസെക്ഷൽ ഫ്ലവറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സജസ്റ്റ് ടെക്നിക്സ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കണക്ട് ചെയ്ത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്
നമുക്കിവിടെ കാണാം. ദാറ്റ് മീൻസ് ഇമാസ്കുലേഷൻ. അതുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ട് എടുത്തു എന്ന് മാത്രം. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഇമാസ്കുലേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് മക്കളെ ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ, ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് സ്റ്റേമൻ ഓർ ആന്തർ ഫ്രം ഫ്ലവർ ബഡ്. ഒരു ഫ്ലവർ ബഡ് സ്റ്റേജിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് സ്റ്റേമൻ അല്ലെങ്കിൽ ആന്തർ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഇമാസ്കുലേഷൻ. റിമൂവൽ ഓഫ് സ്റ്റേമൻ or a anther, right, from flower bud സ്റ്റേജിലായിരിക്കുമ്പോൾ ഫ്ലവറിൽ നിന്ന് ആന്തറും സ്റ്റേമനും റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഇമാസ്കുലേഷൻ. അപ്പോൾ ഈ ഇമാസ്കുലേഷൻ, അപ്പം റൈറ്റ് ദ സിഗ്നിഫിക്കൻസ്. അപ്പം ഇമാസ്കുലേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഫ്ലവറിൻ്റെ ബഡ് സ്റ്റേജിലാണ് നമ്മൾ റിമൂവ് ചെയ്തത്. അപ്പം അൺഡിസൈഡ് പോളിനേഷൻ നടക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബാഗിങ് ചെയ്യണം. എന്ത് ചെയ്യണം? ബാഗിങ്. That is covered, emasculated flower is covered with a butter paper. ബട്ടർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ കവർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ബാഗിങ്. ബാഗിങ്ങിൽ നമ്മൾ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യും. ഇൻ ഓർഡർ ടു അവോയ്ഡ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാഗിങ്? ടു അവോയ്ഡ്, ടു കൺട്രോൾ, ടു അവോയ്ഡ് അൺഡിസൈർഡ് പോളിനേഷൻ. ആവശ്യമില്ലാത്ത പോളിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. ഓക്കെ, അപ്പം രണ്ട് പ്രോസസ്സുകൾ നമ്മളവിടെ ചെയ്തു, ഇമാസ്കുലേഷനും ബാഗിങ്ങും. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് സ്റ്റേമൻ ഓർ ഫ്ലവർ ബഡ് ഫ്രം ഇമാസ്കുലേഷൻ is the removal of stamen from or anther from flower bud. അതുപോലെ തന്നെ അതിനെ നമ്മൾ ബാഗ് ചെയ്യുക പറഞ്ഞാൽ ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ബാഗിങ്. നോട്ട് ടു അവോയ്ഡ് ഓർ പ്രിവെന്റ് അൺഡിസൈർഡ് പോളിനേഷൻ. ഓക്കെ, അതിനുശേഷം ഈ ഫ്ലവർ മച്ചുറായി കഴിയുമ്പോൾ നമ്മൾ ഡിസൈർഡ് പോളൻ ഗ്രെയിൻ ആ ഫ്ലവറിലേക്ക് ഡസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാഗ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈഗോട്ട് എംബ്രിയോ ആവുന്നു. അപ്പോൾ ഓവ്യൂള് സീഡ് ആവുന്നു, ഓവറി ഫ്രൂട്ട് ആവുന്നു. അപ്പോൾ ഒരു ഫ്രൂട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഡിസൈഡ് പർപ്പസ്ഫുള്ളി നമുക്ക് ഏത് തരത്തിലുള്ള പോളിനേഷൻ ആണോ നടക്കേണ്ടത് നമുക്ക് അങ്ങനെ ആർട്ടിഫിഷ്യലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്? To control undesired pollination and to develop desired plant growth. അല്ലേ, to develop desired plant growth. പ്ലാന്റ് ക്രോപ്പ്, ഏത് പ്ലാന്റ് ക്രോപ്പാണോ അല്ലെങ്കിൽ ഏത് മീൻസ് ഫ്രൂട്ട് ആണോ സീഡ് ആണോ എന്താണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന പ്രോസസ്സ് സഹായിക്കും. അപ്പോൾ ദാറ്റ് ടേം ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കണക്ട് ചെയ്ത് ചോദിക്കുക? ഡ്യൂറിങ് ഇമാസ്കുലേഷൻ വിച്ച് വൺ വിൽ റിമൂവ്? സ്റ്റേമൻ ഓർ ആന്തർ. ആൻഡ് ഇമാസ്കുലേറ്റഡ് ഫ്ലവറിൽ ഏത് തരം ഫ്ലവറിൽ നിന്നാണ് റിമൂവ് ചെയ്യുക? ഫ്രം ഫ്ലവർ ബഡിൽ നിന്നാണ് റിമൂവ് ചെയ്യുക. വീണ്ടും ചോദിക്കും, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാഗിങ്? ടു പ്രിവെന്റ് അൺഡിസൈർഡ് പോളിനേഷൻ. ആൻഡ് ഹൗ ക്യാൻ ഡെവലപ്പ് ഡിസൈർഡ് പ്ലാന്റ് ഗ്രോത്ത് ബൈ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്? We are controlling the pollination. We are artificially controlling the pollination and fertilization. Therefore, we can develop desired plant crop in order to by this emasculation and bagging. Okay. അപ്പോൾ that's the point. ഇനി നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട പോയിന്റിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ അവിടെ കാണാം സജസ്റ്റ് ടെക്നിക്സ് ടു പ്രൊട്ടക്ട് ദ സ്റ്റിഗ്മ ഓഫ് ബൈസെക്ഷൽ ഫ്ലവർ ഡ്യൂറിങ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമുക്ക് ഈ സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാ? കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം? പ്ലാന്റ്സിന് എന്തുണ്ടാവാം? ഇൻബ്രീഡിങ് ഡിപ്രഷൻ നടക്കും. ഇൻബ്രീഡിങ് ഡിപ്രഷൻ. മക്കളെ, വാട്ട് യു മീൻ ബൈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ? ഒരു ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. വാട്ട് യു മീൻ ബൈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ? കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് ഓർ സെൽഫ് പോളിനേഷൻ റെഡ്യൂസ് ഫെർട്ടിലിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് നടന്ന് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. This inbreeding depression can overcome by outbreeding. Inbreeding depression can overcome by എങ്ങനെ മക്കളെ? outbreeding. outbreeding എന്ന് പറഞ്ഞാൽ എന്താ? outbreeding എന്ന് പറഞ്ഞാൽ സിംപ്ലി ക്രോസ് പോളിനേഷൻ. outbreeding മീൻസ് ക്രോസ് പോളിനേഷൻ. അപ്പോൾ ഹൗ ക്യാൻ ഡെവലപ്പ് ക്രോസ് പോളിനേഷൻ? അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എങ്ങനെ സാധിക്കും? ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ്. ബൈസെക്ഷൽ ഫ്ലവർ മീൻസ് മൊണേഷ്യസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. അതിൽ നിന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ ഒരു യൂണിസെക്ഷൽ ആക്കി മാറ്റണം അല്ലേ? ഫ്ലവറിന് നമ്മളൊരു യൂണിസെക്ഷൽ കണ്ടീഷനോ അല്ലെങ്കിൽ ആ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. ഹൗ ക്യാൻ പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ? ദർ ആർ സർട്ടൻ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ഉണ്ട്. ദർ ആർ സർട്ടൻ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ടു കൺട്രോൾ സെൽഫ് പോളിനേഷൻ. മക്കളെ, എന്തൊക്കെയാണ്? ഒന്ന്, ഡൈക്ലൈനി. വാട്ട് ഇൻ ബൈ ഡൈക്ലൈനി?
ഡയേഷ്യസ് അല്ലേ? ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. ഡയേഷ്യസ് മീൻസ് യൂണിസെക്ഷൽ. ഡയേഷ്യസ് മീൻസ് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഐദർ സ്റ്റേമൻ അല്ലെങ്കിൽ കാർപ്പിലുള്ള ഫ്ലവേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കും മക്കളെ ഡൈക്ലൈനി. ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേമൻ അല്ലെങ്കിൽ കാർപ്പിൽ മാത്രമുള്ള ചെടികളെ, പൂക്കളെ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കും ഡൈക്ലൈനി. അപ്പോൾ നമുക്കത് സെൽഫ് പോളിനേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പോളിനേഷൻ. രണ്ടാമത്തെയാണ് ഡൈക്കോഗമി. ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ സ്റ്റേമനും കാർപ്പിലും ഒരേ സമയം മച്ചുർ ആകാതിരിക്കുക. ദാറ്റ് ഈസ് സ്റ്റേമൻ കാർപ്പിൽ ഒരേ സമയം മച്ചുർ ആകാതിരിക്കുമ്പോൾ എന്നാ പറ്റും? അപ്പോൾ നമുക്ക് സ്റ്റേമൻ മച്ചുറായി, പോളൻ ഗ്രെയിൻ റെഡിയായി, പക്ഷേ കാർപ്പിൽ മച്ചുറായില്ല, സ്റ്റിഗ്മ ഇസ് നോട്ട് റെഡി ടു റിസീവ് ദിസ് പോളൻ എങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല. ഓക്കെ, അതാണ്. മൂന്നാമത്തെയാണ് ഹെറ്ററോസ്റ്റൈലി. ഹെറ്ററോസ്റ്റൈലി എന്ന പേര് തന്നെ ഉണ്ട്, സ്റ്റൈൽ. സ്റ്റൈലിൻ്റെ നീളവും പൊസിഷനും ഒക്കെ മാറ്റുക, സ്റ്റൈലിൻ്റെ ഫിലമെൻറ്റിൻ്റെയും. ഓവറി സ്റ്റൈൽ സ്റ്റിഗ്മ അതിലെ സ്റ്റൈലിൻ്റെയും ആന്തർ കണക്റ്റീവ് ഫിലമെന്റ്, ആ ഫിലമെൻറ്റിൻ്റെ പൊസിഷനോ ലെങ്തോ ഒക്കെ വ്യത്യാസപ്പെടുത്തുന്നതിനെ വിളിക്കും ഹെറ്ററോസ്റ്റൈലി. അങ്ങനെ പൊസിഷനും ലെങ്തും വ്യത്യാസപ്പെടുമ്പോൾ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലേക്ക് വീഴത്തില്ല, അപ്പോൾ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡാണ് ഹെർക്കോഗമി. ഹെർക്കോഗമി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ മെത്തേഡാണ്. ഫിസിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ് ബിറ്റ്വീൻ സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. ദാറ്റ് മീൻസ് അവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഹെർക്കോഗമി. ഹെർക്കോഗമി, റൈറ്റ്. ദെൻ അടുത്ത സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി മീൻസ് എ ജെനറ്റിക് മെത്തേഡ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ഓർ സെൽഫ് ഫെർട്ടിലൈസേഷൻ. Means development of self incompatibility means self sterility. Incompatible means sterility. Self sterile ആക്കുക, self sterility develop ചെയ്യുക. മക്കളെ, these are the different methods to develop, that means to control സെൽഫ് പോളിനേഷൻ ഓർ ഓവർകം ഇൻബ്രീഡിങ് ഡിപ്രഷൻ. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്ന് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പ്ലാന്റ് കുറയുന്നതിനെ വിളിക്കുന്ന ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ആർ ദെയർ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്: ഡൈക്ലൈനി, ഡൈക്കോഗമി, ഹെറ്ററോസ്റ്റൈലി, ഹെർക്കോഗമി ആൻഡ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ആർ ദ ഡിഫറെൻറ്റ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ടു പ്രിവെൻറ്റ് സെൽഫ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഔട്ട്ബ്രീഡിങ്, ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ ടേംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻസൈഡില്ല, പക്ഷേ ഇതിൻ്റെ എല്ലാ സെൻറ്റൻസുകളും അവിടെയുണ്ട്. ആ സെൻറ്റൻസ് വെച്ചിട്ടുള്ള ഈ ടേംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. അപ്പോൾ ഏറ്റവും മിടുക്കരായിട്ട് ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. അതുമായിട്ട് കണക്ട് ചെയ്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്, ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോളിനേഷൻ കൺട്രോൾ ചെയ്യാം. വി ക്യാൻ ഡെവലപ്പ് ഡിസൈർഡ് പ്ലാന്റ് ക്രോപ്സ് ഓർ ഏത് ഫ്രൂട്ടാണോ, ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണോ, ഏത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണോ want to develop, we can develop by this method. Okay, are you okay? Okay makle, and what about the next question? We can see many embryos in the seeds of some plants. ചില പ്ലാന്റ്സിൻ്റെ സീഡ്സിൽ നമുക്ക് മെനി എംബ്രിയോസ് കാണാൻ പറ്റും അല്ലേ? മെനി എംബ്രിയോസ് കാണുന്ന കണ്ടീഷനെ വാട്ട് ഈസ് ദ ഫിനോമിനൻ ഈസ് കോൾഡ്? ഓഫ് കോഴ്സ് വി നോ ദാറ്റ് പോളി എംബ്രിയോണി. മെനി എംബ്രിയോ കാണുന്നതിനെ എന്ത് വിളിക്കാം? പോളി എംബ്രിയോണി. മെനി എംബ്രിയോ കാണുന്നതിനെ വിളിക്കാം പോളി എംബ്രിയോണി. അപ്പം അതിനുള്ള രണ്ട് എക്സാമ്പിൾസ് തരാൻ പറയുന്നുണ്ട്. പോളി എംബ്രിയോണി എന്താണെന്ന് നമ്മൾ പറയും. പോളി എംബ്രിയോണി എന്താണ്? ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ. സി, മോണോ എംബ്രിയോണിക്കായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മാംഗോ. പോളി എംബ്രിയോണി കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് മാംഗോ. മാംഗോയ്ക്ക് ഒരു എംബ്രിയോ ഉള്ളതുകൊണ്ട് രണ്ട് എംബ്രിയോ ഉണ്ട്. രണ്ട് എംബ്രിയോ ഓർ മോർ ദാൻ വൺ എംബ്രിയോ, ദാറ്റ് ഈസ് കോൾഡ് പോളി എംബ്രിയോണി. സി, മാംഗോയും സിട്രസുമാണ് അതിന് എക്സാമ്പിൾ. മാംഗോയും സിട്രസും പോളി എംബ്രിയോണിക്ക് എക്സാമ്പിളാണ്. ഇതെങ്ങനെയാണ് പോളി എംബ്രിയോണി പോസിബിൾ ആണ്? നമുക്കറിയാം എംബ്രിയോ സാക്കിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. എംബ്രിയോ സാക്കിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്തു. എംബ്രിയോ വി നോ ദാറ്റ് എംബ്രിയോ ഈസ് 2n, റൈറ്റ്? എംബ്രിയോ ഈസ് 2n എംബ്രിയോ. ആൻഡ് ദിസ് എംബ്രിയോ എന്ന് പറയുന്ന ആൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എംബ്രിയോയ്ക്ക് എങ്ങനെയാണ് അതർ ദാൻ എന്തൊക്കെയുണ്ട്? എംബ്രിയോ ഇരിക്കുന്ന എംബ്രിയോ സാക്കിലല്ലേടാ. എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ആള് നറീഷിംഗ് ടിഷ്യൂ എന്നാണ് ന്യൂസിലസ്. വാട്ട്സ് എ നറീഷിംഗ് ടിഷ്യൂ ഓഫ് എംബ്രിയോ സാക്ക്? എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. വാട്ട് ഈസ് എംബ്രിയോ സാക്ക്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമേറ്റ് ബെയറിംഗ് സ്ട്രക്ചർ. എഗ് ഇരിപ്പുണ്ടായിരുന്നു. എഗ്ഗും നമ്മൾ കാണും, എഗ്ഗും മെയിൽ ഗാമറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് സിംഗമി നടന്നു, സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എംബ്രിയോ ആയി. എംബ്രിയോ ആവാൻ വേണ്ടിയുള്ള ഫുഡാണ് എൻഡോസ്പെം അല്ലേ? അപ്പോൾ എംബ്രിയോ ആയി. സി, അതിനുശേഷം ഈ ന്യൂസിലസിലെ എംബ്രിയോ സാക്കിനെ നറീഷ് ചെയ്യുന്ന നറീഷിംഗ് ടിഷ്യൂ ഓഫ് ഡെവലപ്പിംഗ് ഫീമെയിൽ
ഗ്യാമറ്റോഫൈറ്റ് ആണ് ന്യൂസിലസ്. ദാറ്റ് ഈസ് ഓൾസോ 2n. ഈ ന്യൂസിലസ് ചിലത് എംബ്രിയോയിലേക്ക് തള്ളി വളരും, എംബ്രിയോ സാക്കിലേക്ക് തള്ളി വളരും. ന്യൂസിലസ് എംബ്രിയോ സാക്കിലേക്ക് തള്ളി വളർന്ന് എംബ്രിയോ ആയി മാറും. എന്തായി മാറും? എംബ്രിയോ. ന്യൂസിലസ് എംബ്രിയോ സാക്കിലേക്ക് തള്ളി വളർന്ന് എന്തായി മാറും? എംബ്രിയോ ആയി മാറും. ന്യൂസിലസ് എംബ്രിയോ സാക്കിൻ്റെ അകത്തേക്ക് തള്ളി വളർന്ന് എന്തായി മാറും? എംബ്രിയോ ആയി മാറും. അപ്പോൾ ഒരു എംബ്രിയോ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ അടുത്ത എംബ്രിയോ, മെനി എംബ്രിയോ, റൈറ്റ്? അങ്ങനെ കൂടുതൽ എംബ്രിയോ ഉണ്ടാകുന്ന കണ്ടീഷനെ വിളിക്കുന്നതാണ് പോളി എംബ്രിയോണി. നമ്മൾ പറഞ്ഞിരുന്നു ന്യൂസിലസിനെ എന്ത് വിളിക്കും മക്കളെ? മെറ്റേണൽ സ്പോറോഫൈറ്റി ടിഷ്യൂ. എന്ത് വിളിക്കൂടാ? മെറ്റേണൽ സ്പോറോഫൈറ്റി ടിഷ്യൂ, റൈറ്റ്? മെറ്റേണൽ സ്പോറോഫൈറ്റി ടിഷ്യൂ എന്നാണ് ന്യൂസിലസിനെ വിളിക്കുന്നത്, അല്ലേ? അയാള് എംബ്രിയോ സാക്കിലേക്ക് തള്ളി വളരും. സാധാരണ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സൈഗോട്ട് എംബ്രിയോ ആവും. എന്നാൽ അതർ ദാൻ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുക, അതർ ദാൻ റൂട്ട് റാഡിക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, റാഡിക്കളിൽ നിന്ന് അല്ലാതെ റൂട്ട് ഉണ്ടാകുന്നതിനെ എന്ത് വിളിക്കും? അതുപോലെ സൈഗോട്ടിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത്, സൈഗോട്ടിൽ നിന്ന് അല്ലാതെ എംബ്രിയോ ഉണ്ടാകുന്നതിനെ എന്ത് വിളിക്കും മക്കളെ? അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ള എംബ്രിയോ, അഡ്വൻറ്റീവ് പോളി എംബ്രിയോ, അഡ്വൻറ്റീവ് എംബ്രിയോ ഓർ അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ളതാണ്, അഡ്വൻറ്റേഷ്യസ് എംബ്രിയോ ആണ് ഇത്, റൈറ്റ്? അതർ ദാൻ സൈഗോട്ടാണ്, അഡ്വൻറ്റീവ് പോളി എംബ്രിയോണയാണിത്. അതേപോലെ തന്നെ സൈഗോട്ട് ഉണ്ടാകുന്ന മിക്സിംഗ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് മിക്സ് ചെയ്തിട്ടല്ലേ സൈഗോട്ട് ഉണ്ടാവുന്നേ? അപ്പം മിക്സിംഗ് നടന്നിട്ട് സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ട് എംബ്രിയോ ആവുന്നതാണല്ലോ സാധാരണ എംബ്രിയോ. ഇവിടെ മിക്സ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അപ്പോമിക്സിക്സ് നടന്നിട്ട് എംബ്രിയോ ഉണ്ടാകുന്നതിനെ വിളിക്കും അപ്പോമിക്റ്റിക് എംബ്രിയോ. വിത്തൗട്ട് മിക്സിംഗ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് എംബ്രിയോ ഉണ്ടാകുന്നതിനെ വിളിക്കും അപ്പോമിക്റ്റിക് എംബ്രിയോ. ആ ടേം കൂടെ കിട്ടിയില്ലേ? അപ്പോമിക്സിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിസ് ഈസ് അപ്പോമിക്റ്റിക് എംബ്രിയോ. അപ്പോ മീൻസ് വിത്തൗട്ട്, മിക്റ്റിക് മീൻസ് ഓർ മിക്സിക്സ്, ദാറ്റ് ഈസ് മിക്സിംഗ്. Without mixing of male and female gamete, embryo formation is called apomictic embryo. Apomictic embryo ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, റൈറ്റ്? പോളി എംബ്രിയോണിയിൽ അപ്പോമിക്റ്റിക് എംബ്രിയോ ആണ്, അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ള എംബ്രിയോ ആണ്, അഡ്വൻറ്റീവ് പോളി എംബ്രിയോ ആണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാര്യങ്ങളൊക്കെ? അങ്ങനെ NCERT-യിലോ നമുക്ക് ഡയറക്റ്റും ഇല്ല, ബട്ട് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈഗോട്ട് എംബ്രിയോ ആവും, ബട്ട് സൈഗോട്ടിൽ നിന്നല്ലാതെ എംബ്രിയോ ഉണ്ടാകുന്ന അപ്പോമിക്റ്റിക് എംബ്രിയോകളാണ്. ദാറ്റ് ഈസ് ഹിയർ ഫോംഡ് ഫ്രം ന്യൂസിലസ്. ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? എക്സാമ്പിൾ മാംഗോ ആൻഡ് സിട്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർത്തനോകാർപ്പി പറഞ്ഞില്ലേ, അപ്പോമിക്റ്റിക് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട് എല്ലാം പറഞ്ഞു. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വി ക്യാൻ സീ മെനി എംബ്രിയോസ് ഇൻ ദ സീഡ്സ് ഓഫ് സം പ്ലാന്റ്സ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് പോളി എംബ്രിയോണി. ഗിവ് ടു എക്സാമ്പിൾ മാംഗോ ആൻഡ് സിട്രസ്. ആർ യു ഓക്കെ? Okay, and what about the next question? The early stages of embryo development are similar in both dicot and monocote. ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും സൈഗോട്ട് എംബ്രിയോ ആണെന്ന് ഒരേപോലെയാണ്. പക്ഷേ മച്ചുർ എംബ്രിയോയിൽ വ്യത്യാസമുണ്ട് അല്ലേ? മച്ചുർ എംബ്രിയോയിൽ ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കോട്ടിലിഡനുണ്ട്. മോണോകോട്ടിൽ എന്ന് പറയുമ്പോൾ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. അപ്പോൾ ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോയിൽ രണ്ട് കോട്ടിലിഡനുണ്ടെങ്കിൽ മോണോകോട്ട് എംബ്രിയോയിൽ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ അല്ലേ? അപ്പോൾ വാട്ട്സ് ഡിഫറൻസ്? റൈറ്റ്, ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോ മോണോകോട്ട് എംബ്രിയോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡൈക്കോട്ട് എംബ്രിയോയിൽ മക്കളെ രണ്ട് കോട്ടിലിഡനുണ്ട്. ഡൈക്കോട്ട് എംബ്രിയോയിൽ ടു കോട്ടിലിഡൻസ്. കണ്ടോ? ടു കോട്ടിലിഡൻസ്, രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. കോട്ടിലിഡൻസിന്റെ പർപ്പസ് എന്നാണ്? കോട്ടിലിഡൻസ് റിസർവോയർ ഓഫ് ഫുഡ് മെറ്റീരിയൽ, റൈറ്റ്? റിസർവോയർ ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ്, റൈറ്റ്? ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആളാണ് കോട്ടിലിഡൻ. പിന്നെ ഇതിനുള്ളത് എംബ്രിയോണൽ ആക്സിസ് ആണ്. എംബ്രിയോണൽ ആക്സിസ്, കോട്ടിലിഡനും എംബ്രിയോണൽ ആക്സിസുമാണ് എംബ്രിയോയ്ക്കുള്ളത്. ഈ എംബ്രിയോണൽ ആക്സിസിന്റെ അപ്പർ പോർഷൻ ലിമിറ്റഡ് ബൈ പ്ലൂമ്യൂൾ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ, റൈറ്റ്? അപ്പർ പോർഷൻ ലിമിറ്റഡ് ബൈ പ്ലൂമ്യൂൾ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ. അപ്പം എപ്പികോട്ടൈൽ ഉണ്ട്. അപ്പർ പോർഷൻ ലിമിറ്റഡ് ബൈ പ്ലൂമ്യൂൾ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ. ലോവർ പോർഷൻ ലിമിറ്റഡ് ബൈ റാഡിക്കൽ ഈസ് കോൾഡ് ഹൈപ്പോകോട്ടൈൽ, റൈറ്റ്? ഹൈപ്പോകോട്ടൈൽ. Lower portion limited by radical is hypocotyl, upper portion is epicotyl. And this plumule on the plumule develops to become, we know that shoot system, right? Plumule develops to become shoot system. And radical develops to become root system. നമുക്കറിയാം, radical develops to become root system, right? Okay. അപ്പോൾ ഇതാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാനുള്ള ഫുഡ് എന്താണ്? സൈഗോട്ട് എംബ്രിയോ ആകുമ്പോൾ എൻഡോസ്പേം കഴിച്ചാണ് അല്ലേ? അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും മുഴുവൻ എൻഡോസ്പേമും കഴിക്കും. അതുകൊണ്ട് എംബ്രിയോടൊപ്പം എൻഡോസ്പേം മിച്ചം വെക്കത്തില്ല. ദേ ആർ നോൺ എൻഡോസ്പേമസ്.
or non-albuminous or X-albuminous, right? Non-endospermous or non-albuminous or X-albuminous ആയിരിക്കും. ഓക്കെ, നോൺ എൻഡോസ്പേമസ് ഓർ നോൺ ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ് ആയിരിക്കും ഈ പറഞ്ഞ ഡൈക്കോട്ട് എംബ്രിയോ എക്സെപ്റ്റ് കാസ്റ്റർ. കാസ്റ്റർ എന്ന് പറയുന്ന ഡൈക്കോട്ട, ബട്ട് ഇറ്റ് ഈസ് എൻഡോസ്പേമസ്, റൈറ്റ്? കാസ്റ്റർ. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡൈക്കോട്ട് എംബ്രിയെ കുറിച്ച് സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി പോയിന്റ്സും കൂടെ ഒക്കെ കണക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഡൈക്കോട്ട്, മോണോക്കോട്ട് എന്ന ആൻജിയോസ്പേമിൻ്റെ 2 ക്ലാസ്സുകളാണ്. ക്ലാസ്സുകളെ തിരിക്കുന്ന ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കോട്ടിലിഡൻ ഇൻ ദ എംബ്രിയോ ആണ്. If there are 2 cotyledon, that is called dicotyledonate. That is the class of angiosperm. We know that angiosperm is the flowering plant. നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ആൻജിയോസ്പേം. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് മോണോക്കോട്ട് എംബ്രിയോ? മോണോക്കോട്ട് എംബ്രിയോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മോണോക്കോട്ട് എംബ്രിയോ, ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ മുഴുവൻ എൻഡോസ്പേമും കഴിക്കും. Therefore, they are non-endospermous or X-albuminous. But here it is, endosperm മുഴുവൻ കഴിക്കത്തില്ല. സൈഗോട്ട് എംബ്രിയോ ആകുമ്പോൾ എൻഡോസ്പേം മിച്ചം വെക്കും. ദേ ആർ എൻഡോസ്പേമസ്, റൈറ്റ്? എൻഡോസ്പേമസ് ഓർ ആൽബുമിനസ്. എൻഡോസ്പേമസ് ഓർ ആൽബുമിനസ് ആണ് ആര് മോണോക്കോട്ട്. മോണോക്കോട്ട് ഈസ് എൻഡോസ്പേമസ് ഓർ ആൽബുമിനസ്, റൈറ്റ്? എൻഡോസ്പേമസ് ആണ്. മോണോക്കോട്ടിന്റെ എൻഡോസ്പേം നമുക്കറിയാം, എൻഡോസ്പേമിന്റെ പ്ലോയിഡി 3N ആണ്. വാട്ട് ഇസ് ദ പ്ലോയിഡി ഓഫ് എൻഡോസ്പേം? 3N. ദാറ്റ് ഈസ് എൻഡോസ്പേമസ് ഓർ ആൽബുമിനസ്, റൈറ്റ്? എൻഡോസ്പേമിനോട് ചേർന്ന് തന്നെ എംബ്രിയോ ഇരിക്കും. എംബ്രിയോ എൻഡോസ്പേമും അടുത്തടുത്തിരിക്കും, റൈറ്റ്? എംബ്രിയോ എൻഡോസ്പേമും അടുത്തിരിക്കും. എംബ്രിയോയുടെ അടുത്ത് തന്നെ ആയിരിക്കും എൻഡോസ്പേം. എംബ്രിയോയും എൻഡോസ്പേമും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അലിറോൺ ലെയർ. എന്താണ് അലിറോൺ ലെയർ? പ്രോട്ടീൻ ലെയർ ഉണ്ട്. ദർ ഇസ് ആൻ അലിറോൺ ലെയർ വിച്ച് സെപ്പറേറ്റ് എൻഡോസ്പേം ഫ്രം എംബ്രിയോ, റൈറ്റ്? അലിറോൺ ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ചോദിക്കും. വാട്ട് ഈസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മക്കളെ? പ്രോട്ടീൻ. അത് ചോദ്യമാണ്. And what is the ploidy of Aliron layer എന്ന് ചോദിക്കും. That is 3N because that is formed from this endosperm. അപ്പോൾ അതൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല. ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എൻഡോസ്പേമസ് ആണ് മോണോക്കോട്ട്. ഓക്കെ, എക്സെപ്റ്റ് ഓർക്കിഡ്. ഓർക്കിഡ് ഈസ് മോണോക്കോട്ട് ബട്ട് ഇറ്റ് ഈസ് നോൺ എൻഡോസ്പേമസ്. ഓക്കെ, സി അപ്പം എൻഡോസ്പേമിനെ എംബ്രിയോനെ മോണോക്കോട്ടിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറാണ് അലിറോൺ ലെയർ. അപ്പോൾ നമ്മളൊരു എംബ്രിയോ വരയ്ക്കുമ്പോൾ എപ്പോഴും എൻഡോസ്പേം ഉണ്ട്, റൈറ്റ്? ആൻഡ് ദർ ഈസ് ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. മോണോക്കോട്ട് എംബ്രിയോയ്ക്ക് ഉള്ളി. മോണോക്കോട്ട് എംബ്രിയോയുടെ കാര്യമല്ലേ നമ്മൾ പറയാം. മോണോക്കോട്ട് എംബ്രിയോയ്ക്ക് മക്കളെ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ മോണോകോട്ടിലിഡൻ, റൈറ്റ്? ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. ദാറ്റ് കോട്ടിലിഡൻ ഈസ് കോൾഡ് സ്ക്യൂട്ടല്ലം, റൈറ്റ്? ഇറ്റ് ഹാസ് ഓൺലി 1 കോട്ടിലിഡൻ, സിംഗിൾ കോട്ടിലിഡൻ. ദ നെയിം ഈസ് സ്ക്യൂട്ടല്ലം. How many cotyledon this monocote embryo has? 1 cotyledon, that is called scutellum, right? There is only 1 cotyledon, that is called scutellum, right? Scutellum. And it has embryonal axis. Upper portion is limited by plumule. Plumule covering sheath is coleoptile. Avade point alle covering sheath of plumule is coleoptile, right? Covering sheath of plumule is coleoptile anengil covering sheath of radical anendu coleorhiza. Radical, coleoptile, plumule, right? P, coleoptile, plumule, right? See, what is the difference? In the dicot and monocot embryo, what are the differences? Dicot embryo, there are 2 cotyledons. Whereas in monocotyledons, there are only 1 cotyledon, that is called scutellum. Other cotyledon is reduced, right? Other cotyledon is reduced. 1 cotyledon undayirunnu. Other cotyledon is reduced, is called epiblast. Reduced cotyledon in the monocot is called epiblast. എന്ത് വിളിക്കും? എപ്പിബ്ലാസ്റ്റ്. നമുക്ക് അവിടെ തന്നെ maize grain diagram section തന്നിട്ടുണ്ട്. See, we can see that there is epiblast. Reduced cotyledon is called epiblast. Okay, മക്കളെ, there is endosperm. രണ്ടാമത്തെ point എന്താ? There is endosperm in monocot, whereas in dicot there is non-endosperms generally, right? And there is an Aliron layer in monocot, that layer which separates endosperm and embryo, whereas in monocot, dicot, there is no Aliron layer, right?
ക്ലിയർ. ആൻഡ് ദർ ഈസ് നമുക്കറിയാം ഈ കൊളിയോപ്റ്റൈൽ കൊളിയോറൈസ് ഒക്കെ ഇച്ചിരി കൂടെ വിസിബിൾ ആണ് ഇൻ മോണോകോട്ട് എംബ്രിയോ, റൈറ്റ്? മോണോകോട്ട് എംബ്രിയോ ആൻഡ് ദെൻ ഡൈക്കോട്ട് എംബ്രിയോ. ഓക്കെ മക്കളെ, ദാറ്റ്സ് അബൌട്ട് എംബ്രിയോ. വി നോ ദാറ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എൻഡോസ്പെം ഉണ്ടായതിന് ശേഷം പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ ഫസ്റ്റ് ഇവന്റ് ആണ് എൻഡോസ്പെം ഫോർമേഷൻ. ബിക്കോസ് എൻഡോസ്പെം ഉണ്ടായെങ്കിലേ സൈഗോട്ട് എംബ്രിയോ ആവുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇവന്റ് ആണ് സൈഗോട്ട് എംബ്രിയോ ആവുകയെങ്കിൽ മൂന്നാമത്തെ ഇവന്റ് ആണ് ഓവ്യൂൾ സീഡ് ആവുക, നാലാമത്തെ ഇവന്റ് ആണ് ഓവറി ഫ്രൂട്ട് ആവുക. ഓക്കെ. Okay. And the next question. Double fertilization is a characteristic feature of angiosperm. Very, very important feature of angiosperm or unique feature. Unique feature of angiosperm ആണ് മക്കളെ double fertilization. Double fertilization is the unique feature of angiosperm. Okay. And also one more important unique feature of angiosperm is presence of vessel. Vessel is the vessel presence anatomy connect ചെയ്യുന്ന vessel presence angiosperm പ്രത്യേകതയാണ്. Which are the events in double fertilization? നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗമി, ഡബിൾ മീൻസ് ടു, റൈറ്റ്? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. Which are the two events? Syngamy and triple fusion are the two events in double fertilization. What is by syngamy? One male gamete fused with egg. We know that male gamete is N, male gamete. One male gamete is N and the egg is N. N egg to fuse to form zygote. Ploidy of zygote is 2N, right? This is called syngamy. One male gamete fused with the egg to form diploid zygote. That process is called syngamy. That's the first process of double fertilization. And second process is triple fusion. Here, other male gamete fused with the polar nuclei, right? Polar nuclei is diploid polar nuclei, N plus N, right? N plus N, right? Secondary polar nuclei is 2N, right? And male gamete is N. 3N fusion, therefore it is called triple fusion to form primary endosperm nucleus and 3N, right? Primary endosperm nucleus and 3N will form, right? Pen is primary endosperm nucleus and surrounding cell become PEC, that is primary endosperm cell, that is also 3N, right? See, primary endosperm, this because of these two processes. This fertilization is called double fertilization. There are two processes and syngamy and triple fusion are the two processes in double fertilization. The first process is syngamy, second process is triple fusion. During syngamy, one male gamete fused with the egg to form zygote, and during triple fusion, other male gamete fused with the polar nuclei to form PEN, primary endosperm nucleus. Clear? And that is form PEC, primary endosperm cell, that is triple fusion, right? Because of these two processes takes place during fertilization, it is called double fertilization. Okay, അപ്പോൾ ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദിക്കാം? What is the first process of double fertilization? Syngamy. What is the second process? Triple fusion. What is the product of the second process? PEN or PEC, right? Or PEN is primary endosperm nucleus and PEC primary endosperm cell. What is the first product of double fertilization? A zygote. See, അങ്ങനെയുള്ള question. And how many nuclei are involved in this process? Which I can say that there are 1, 2, 3, 4, 5 nuclei are involved in double fertilization. 5 nuclei are involved in double fertilization, right? ഇങ്ങനെയുള്ള questions. മക്കളെ ഇങ്ങനെ ഓരോ കോൺസെപ്റ്റിൽ നിന്നും അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റിൽ നിന്ന് അങ്ങനെ വളരെ രസകരമായിട്ട് ബയോളജി എൻജോയ് ചെയ്ത് ഏറ്റവും എന്താ പറയുക ഇൻവോൾവ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ സ്ക്രാച്ച് ചെയ്ത് പഠിക്കുക. ഓരോ പോയിന്റ്സിനെ കളക്ട് ചെയ്ത് പഠിച്ച് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ആൻസറിലേക്ക് എത്തണം. നമുക്കിപ്പോൾ ഒത്തിരി അങ്ങ് ഡീറ്റെയിൽസ് എഴുതുന്നതിലുപരി നമ്മൾ കറക്റ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമുക്ക് വരിക. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറിങ് സ്കിൽ നമുക്ക് വേണം. പോയിന്റ് കറക്റ്റായിട്ട് പക്കായിട്ട് നമ്മൾ ചെയ്ത് പോകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് വീഴും. നമ്മൾ ബയോളജിയൊക്കെ എഴുതി കഴിഞ്ഞാൽ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും എന്ന് ഓർത്ത പോലെ അല്ലേ, എല്ലാം ഒത്തിരി എഴുതിയ പോലെയൊക്കെ തോന്നും. ബട്ട് മാർക്ക് വരുമ്പോൾ നമുക്ക് അത്രയും വരാറില്ല. ബിക്കോസ് നമ്മൾ ആ എഴുതിയത് എന്താണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എന്താണ് എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്, അത് ആ ഒരു ആൻസറിലേക്ക് എത്തുന്ന ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വേണം എക്സാം ഹോളിൽ കയറി ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എക്സാമിന് യൂസ് ചെയ്യുക. ഓക്കെ മക്കളെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു വിച്ച് ആർ ദ ഇവന്റ്സ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. നെയിം ദ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഈസ് PEN, primary endosperm nucleus, and cell is primary endosperm cell, right? Okay.
നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മൈക്രോപെല്ലാർ എൻഡ് വഴി എഗ്ഗ് പോളാർ ന്യൂക്ലിയ അല്ലെങ്കിൽ പോളൻ ട്യൂബ് കയറി 2 മെയിൽ ഗ്യാമീറ്റ്, ഒരു മെയിൽ ഗ്യാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. അതർ മെയിൽ ഗ്യാമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായി ആൻഡ് സറൗണ്ടിങ് സെൽ ബിക്കം പ്രൈമറി എൻഡോസ്പേം സെൽ. ഓക്കെ, ഇതാണ് നമ്മൾ ഡീൽ ചെയ്തത്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ്? ഇൻ സം പ്ലാന്റ്സ് റെസിഡ്യൂവൽ പെർസിസ്റ്റന്റ് ന്യൂസില്ലസ് ക്യാൻ ബി സീൻ. In some plant, residual persistent nucellus can be seen. What is the function of nucellus, makkale? Nucellus nourishes developing female gametophyte, right? Nourishes developing female gametophyte. എംബ്രിയോസ്റ്റാക്കിനെ നറീഷ് ചെയ്യാന്നുള്ള ന്യൂസില്ലസിന്റെ പരിപാടി. പക്ഷെ അതിനുശേഷവും ന്യൂസില്ലസ് എന്ത് ചെയ്യുന്നു? എംബ്രിയോ ഉണ്ടായി ഓവ്യൂള് സീഡായി കഴിയുമ്പോഴും ന്യൂസില്ലസ് റിമെയിൻ, റൈറ്റ്? പെർസിസ്റ്റന്റ് ന്യൂക്ലിയസ്, റെമനന്റ് ഓഫ് ന്യൂസില്ലസ്. ദിസ് കൈൻഡ് ഓഫ് ന്യൂസില്ലസ് ഈസ് കോൾഡ് പെരിസ്പെം. എന്നാ വിളിക്കും? പെരിസ്പെം. ആ ന്യൂസില്ലസിനെ എന്ത് വിളിക്കും? പെരിസ്പെം. റിമെയിൻസ് ഓർ റെമനന്റ് ഓഫ് ന്യൂസില്ലസ് ഈസ് കോൾഡ് പെരിസ്പെം. ഓക്കെ, അത് കാണുന്ന എവിടെയാണ്? ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. എവിടെയാ കാണുന്ന? എക്സാമ്പിൾ ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. Perisperm. Remains of nucellus is called perisperm. That can be seen in black pepper and beet. Nucellus. Nucellus ploidy 2n, right? That is present in the ovule. Ovule-nathula ovule-nathula nucellus-ine protect ചെയ്തിട്ടാണ് 2 integumentസ് ഉള്ളത്. അതാണ് ovule. That is outer and inner integument, micropyle, chalaza. Okay, ഓർക്കുന്നുണ്ടല്ലോ? Okay. The next, അപ്പോൾ നമ്മുടെ question, in some plants residual persistent nucellus can be seen. Name the kind of nucellus is called perisperm. Give an example of seed that contain this kind of nucellus, black pepper and beet. Okay. Then what about the next question? അപ്പോൾ black pepper beet ഉള്ള nucellus perisperm, ഇതാണ് nucellus. കണ്ടോ? കാണാൻ പറ്റും. മറ്റു സീഡിൽ nucellus remain ചെയ്യുകയാണ്. Okay. And what about next? How can you differentiate true fruit from false fruit? Already we discussed what is true fruit and what is false fruit. We know that true fruit എന്ന് പറഞ്ഞാൽ fruit formed from ovary. ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് ഫോംഡ് ഫ്രം ഓവറി ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട്. അതർ ദാൻ ഓവറി ഈസ് കോൾഡ് false fruit, right? ഈ fruit formed from other than ovary is called false fruit. Then ovary wall become, നമുക്കറിയാം, പെരികാർപ്പ്. പെരികാർപ്പിന്റെ ലെയറുകളാണ് എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ് എന്ന് തിരിച്ചറിയാമെങ്കിൽ ഫ്ലഷി ഫ്രൂട്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്. തിരിച്ചറിയാൻ പറ്റത്തില്ല എങ്കിൽ ഡ്രൈ ഫ്രൂട്ട്, ഫ്രൂട്ടുമായിട്ട് കണക്ട് ചെയ്ത്. നമ്മൾ കണ്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അല്ലേ, സീഡ്ലെസ് ഫ്രൂട്ട്, പെരിസ്പെം, റിമെയിൻസ് ഓഫ് ന്യൂസില്ലസ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഓവറി വോൾ നമുക്ക് പെരികാർപ്പാവുന്ന പെരികാർപ്പ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാമെങ്കിൽ ഫ്ലഷി ഫ്രൂട്ട്, നമുക്കറിയാം ഡ്രൂപ്പ്, മാംഗോ, കോക്കനട്ട്, ബെറി, ഹെസ്പിരിഡിയം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. അതിനകത്ത് ഡ്രൂപ്പാണ് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഡ്രൂപ്പ് എന്ന ഫ്രൂട്ട് ടൈപ്പ് വി ക്യാൻ സീൻ ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട്. ഓക്കെ, കാരിയോപ്സിസ് എന്ന ഫ്രൂട്ട് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട് ഇൻ സിറിയൽസ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് എടുത്താൽ എന്തൊക്കെയുണ്ട്? ദർ ഇസ് ഫ്രൂട്ട് വോൾ ആൻഡ് ഓൾസോ സീഡ് കോട്ട് ആൻഡ് സീഡിൻ്റെ അകത്ത് എംബ്രിയോ കോട്ടിലിഡൻ്റെ അകത്ത് കോട്ടിലിഡൻ ആൻഡ് എംബ്രിയോണൽ ആക്സിസ്, എപ്പികോട്ടയിൽ, നമുക്കറിയാം ഹൈപ്പോകോട്ടിൽ ആൻഡ് പ്ലൂമ്യൂൾ ഷൂട്ട് സിസ്റ്റം, റാഡിക്കൽ റൂട്ട് സിസ്റ്റം, റൈറ്റ്? ദിസ് ഈസ് ഫ്രൂട്ട്. ആ ഫ്ലവർ കടന്നെടുത്ത ഫ്രൂട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, റൈറ്റ്? Okay. The next, different stage of development in dicot embryo are given below. Arrange them in correct sequential order. See, what is the order? നമുക്കറിയാം ഒരു സൈഗോട്ടാണ് എംബ്രിയോ ആയി മാറുന്നത്. അപ്പോൾ സൈഗോട്ട് എംബ്രിയോ ആയി മാറുമ്പോൾ ആദ്യം സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്ന പ്രോ എംബ്രിയോ, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് പ്രോ എംബ്രിയോ ഉണ്ടാകും. പ്രോ എംബ്രിയോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാം പ്രോ എംബ്രിയോ സ്റ്റേജ്. അതിനുശേഷം പ്രോ എംബ്രിയോയിൽ നിന്ന് സൈഗോട്ട് ഈ ഭാഗം, ഈ സെല്ല് എന്തായി മാറും? ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറും. അതിനുശേഷം ഹാർട്ട് ഷേപ്പ് ആയി മാറും, ഹാർട്ട് ഷേപ്പ് എംബ്രിയോ ആയി മാറും. അതിനുശേഷം മച്വർ എംബ്രിയോ ആവും. സി, അപ്പം സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ ഷേപ്പ്, ഹാർട്ട് ഷേപ്പ്, മച്വർ എംബ്രിയോ. ദാറ്റ്സ് ദി സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. സി, നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് പ്രീ ഫെർട്ടിലൈസേഷൻ. അവിടെ ഗ്യാമറ്റോജെൻസിസ്, ഗ്യാമേറ്റ് ട്രാൻസ്ഫർ.
ഗാമി ട്രാൻസ്ഫർ ആണ് പോളിനേഷൻ. അതിനുശേഷം നമ്മൾ അവിടെ കൺട്രോൾഡ് പോളിനേഷൻ, അത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനും ഔട്ട് ബ്രീഡിംഗ് ഡിവൈസും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അതിനുശേഷം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. അവിടെ ഒന്നാമത്തെ ഇവന്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റിലെ ഒന്നാമത്തെ ഇവന്റ് എന്താണ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷനിലെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ പെൻ ഓർ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഓർ PEC ബിക്കം എൻഡോസ്പേം ആവുക എന്നുള്ളതാണ്. PEC ബിക്കം എൻഡോസ്പേം. അപ്പോൾ therefore പെൻ ഈസ് 3N, therefore എൻഡോസ്പേം ഈസ് 3N. എൻഡോസ്പേം ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഈ എൻഡോസ്പേം എന്ന് പറയുമ്പം നമ്മൾക്കറിയാം ന്യൂക്ലിയർ എൻഡോസ്പേമും ഉണ്ട് ആൻഡ് സെല്ലുലാർ എൻഡോസ്പേമും ഉണ്ട്. ന്യൂക്ലിയർ എൻഡോസ്പേമും ഉണ്ട്, സെല്ലുലാർ എൻഡോസ്പേമും ഉണ്ട്. ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ് കോക്കനട്ട് വാട്ടർ. Coconut water, very important example. Coconut water is free nuclear endosperm. Cellular endosperm example ആണ് white kernel of coconut. White kernel of coconut, right? White kernel of coconut. White kernel of coconut. See, അപ്പോൾ ന്യൂക്ലിയറും സെല്ലുലാർ എൻഡോസ്പേം ഉണ്ട്. അപ്പോൾ ഈ എൻഡോസ്പേം കഴിച്ചിട്ടാണ്, അതുപോലെ ഹെലോബിയൽ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ഹെലോബിയൽ എൻഡോസ്പേം ഈസ് ഓൾസോ ദെയർ. ആൻഡ് ദിസ് എൻഡോസ്പേം കഴിച്ചിട്ടാണ് സൈഗോട്ട് എംബ്രിയോ ആയി മാറുക. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ് ആണ് എന്താവുക? എംബ്രിയോ ഫോർമേഷൻ. സൈഗോട്ട് എംബ്രിയോ ആയി മാറും. അത് എൻഡോസ്പേം കഴിച്ചാണ്. അങ്ങനെ അപ്പോൾ മാറുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ആദ്യം സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ, ഹാർട്ട് ഷേപ്പ്, മച്ചുവർ എംബ്രിയോ. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സീഡ് ഫോർമേഷൻ. ഓവ്യൂൾ അപ്പോൾ സീഡായി മാറും. അപ്പോൾ ഓവറി എന്തായി മാറും? ഫ്രൂട്ടായി മാറും. ദാറ്റ് ഈസ് ഫ്രൂട്ട് ഫോർമേഷൻ. Endosperm formation, embryo formation, seed formation, fruit formation, right? That's the point. Pro-embryo, globular shape, heart shape embryo, mature embryo. Are you okay? But that's the point. Okay, Anno? Okay. The next, what is the vital link that, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു അല്ലേ? പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷന് ശേഷം അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ട്രൂ ഫ്രൂട്ട് ഉണ്ട്, ഫോൾസ് ഫ്രൂട്ട് ഉണ്ട്, പാർത്തനോഗാപ്പിക് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ പോളി എംബ്രിയോണി ഉണ്ട്, പെരിസ്പേം ഉണ്ട്. വേറെ സംഭവം ഉണ്ട്, അപ്പോമിക്സിക്സ് എന്ന പോയിന്റും കൂടെ ഉണ്ട്. എന്തുകൊണ്ട്? അപ്പോമിക്സിക്സ്. അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നു. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, റൈറ്റ്? സീഡ്ലെസ് ഫ്രൂട്ടുകൾ, സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു. അസ്ട്രേസിയ, സം സ്പീഷീസ് ഓഫ് അസ്ട്രേസിയ ആൻഡ് ഗ്രാസസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ കണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ അത്രയുള്ള ചാപ്റ്ററിൻ്റെ അകത്ത് പിന്നെയുള്ള സീഡ് ഡോർമൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. സീഡ് ഡോർമൻസി 10,000 years ഓഫ് സീഡ് ഡോർമൻസി ഉള്ളത്, 2,000 years ഓഫ് സീഡ് ഡോർമൻസി ഉള്ള രണ്ട് കാര്യം പറയുന്നുണ്ട്. 10,000 years ഓഫ് സീഡ് ഡോർമൻസി ഉള്ളതാണ് ലൂപ്പിനസ് ആർട്ടിക്കസ്, എക്സ്കവേറ്റഡ് ഫ്രം ആർട്ടിക് ടുൻഡ്ര. ദെൻ 2,000 years ഉള്ളതാണ് ഫിനിക്സ് ഡാക്ടിലിഫെറ, എക്സ്കവേറ്റഡ് ഫ്രം ഹെറോദ്സ് പാലസ് നിയർ ഡെഡ് സീ, റൈറ്റ്? ഇതൊക്കെ പഠിക്കാനുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ആ ചാപ്റ്ററിൻ്റെ അകത്ത് ഡീൽ ചെയ്യാനുള്ളത്. നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ പോയപ്പോൾ ആക്ച്വലി നമ്മൾ ആ ചാപ്റ്ററിനെ മുഴുവൻ ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തുകൊണ്ട് വരികയായിരുന്നു അല്ലേ? ശരി. Then what is a vital link that ensure continuity of species between organisms of one generation to the next generation? Of course, we know that is zygote. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സൈഗോട്ട് ആണ്. വാട്ട്സ് എ പ്ലോയിഡി ഓഫ് സൈഗോട്ട്? 2N അല്ലേ? സൈഗോട്ട് ഈസ് 2N. ആൻഡ് സൈഗോട്ട് എങ്ങനെയാണ് ഉണ്ടായത്? ദാറ്റ് മീൻസ് ബൈ സിംഗമി. സിംഗമി എന്ന പ്രോസസ്സ് വഴിയാണ് അല്ലേ? സിംഗമി എന്താണ്? വൺ മെയിൽ ഗാമെറ്റ് ഫ്യൂസ്ഡ് വിത്ത് എഗ് ടു ഫോം സൈഗോട്ട്. ആൻഡ് ആ സൈഗോട്ട് എംബ്രിയോ ആവുന്ന പ്രോസസ്സാണ് എന്ത്? എംബ്രിയോജെൻസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ്, വാട്ട് ഈസ് എംബ്രിയോജെൻസിസ്? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് embryo from zygote by consuming endosperm, right? Nourishing tissue of developing zygote, developing embryo, right? Endosperm is 3N ploidy. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ആൻജിയോസ്പേമിൻ്റെ 3N ആണ് എൻഡോസ്പേം എങ്കിൽ ജിംനോസ്പേമിൽ N ആണ് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് ഈ ചാപ്റ്ററിനെ ഇങ്ങനെ ഓരോ പോയിന്റ് വൈസ് ഇങ്ങനെ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻസിലൂടെ പോയി പഠിച്ച് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ ആണോ?
അപ്പോൾ എംബ്രിയോജെൻസിസിൽ സൈഗോട്ട് എംബ്രിയോ ആണ്. സൈഗോട്ട് അപ്പോൾ എംബ്രിയോ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രോ എംബ്രിയോ ഉണ്ട്, ഗ്ലോബുലാർ ഷേപ്പ് ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്, മച്ചുർ എംബ്രിയോ ഉണ്ട്. എംബ്രിയോ തന്നെ രണ്ടായിട്ടുണ്ട്, ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട്. ഡൈക്കോട്ടിൽ 2 കോട്ടിലിഡൻ ആണെങ്കിൽ മോണോകോട്ടിൽ 1 കോട്ടിലിഡൻ ആണ്. 1 കോട്ടിലിഡൻ ഈസ് കോൾഡ് സ്ക്യൂട്ടല്ലം. ഡൈക്കോട്ട് ആണെങ്കിൽ 2 കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ കോട്ടിലിഡൻ ഈസ് ദ റിസർവോയർ ഓഫ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ എംബ്രിയോൺ ലാക്സിസിന്റെ അപ്പർ പോർഷൻ ഈസ് എപ്പികോട്ടയിൽ ആണെങ്കിൽ ലോവർ പോർഷൻ ഈസ് ഹൈപ്പോകോട്ടയിൽ ആണ് അല്ലേ. ആൻഡ് ദെൻ അവിടെ പ്ലൂമ്യൂൾ റാഡിക്കൽ ഉണ്ട്. അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. എഗെയിൻ അതേ പോയിന്റ്സ് തന്നെ. ദെൻ ഇമാസ്കുലേഷൻ നമ്മൾ കണ്ടു. വാട്ട് ഈസ് ഇമാസ്കുലേഷൻ അല്ലേ? റിമൂവൽ ഓഫ് ഫ്ലവർ ഫ്രം റിമൂവൽ ഓഫ് സ്റ്റേമൻ ഓർ ആന്തർ ഫ്രം ഫ്ലവർ ബഡ് ആൻഡ് കവേർഡ് വിത്ത് ബട്ടർ പേപ്പർ, റൈറ്റ്? ദാറ്റ് ഈസ് കോൾഡ് ബാഗിങ്. സി അങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുമായിരുന്നു. ദെൻ വീണ്ടും നോക്കിക്കേ, റൈറ്റ് എനി 3 പാർട്സ് ഓഫ് മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോയുടെ 3 പാർട്സ് എഴുതുക. വീണ്ടും എംബ്രിയോ നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റ് ക്വസ്റ്റ്യൻസിലൂടെ പോയിന്റ്സിലേക്ക് എത്തി. ഡിഫറെൻറ്റ് പാർട്സ് എനി 3 പാർട്സ് ഓഫ് മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോയുടെ ഒരു മെയ്സ് ഗ്രെയിൻ്റെ ഒരു സെക്ഷനാണ്. വി നോ ദാറ്റ് മോണോകോട്ട് എംബ്രിയോ എന്ന് പറയുമ്പം ഇതാണ് മോണോകോട്ട് എംബ്രിയോ. ദറ്റ് ഹാസ് എ scutellum, right? Scutellum is the single cotyledon, right? Cotyledon of the monocote embryo is called scutellum. പിന്നെ നമുക്ക് എന്താ എഴുതാം? Coleoptile is the covering sheath of plumule. Covering sheath of plumule. Then coleorhiza is the covering sheath of radicle. Okay, but what are the function? Covering sheath of plumule is a function of the coleoptile and covering sheath of radicle is the function of coleorhiza. And epiblast is the reduced cotyledon. 2 cotyledon, 1 cotyledon reduce ആയിപ്പോയതാണ് epiblast. And single cotyledon is called scutellum, right? Okay, 1 cotyledon is there and there is an endosperm, right? മോണോകോട്ട് എംബ്രിയോയ്ക്ക് എൻഡോസ്പേം ഇല്ല, എംബ്രിയോയുടെ അടുത്ത് എൻഡോസ്പേം ഉണ്ട്. എൻഡോസ്പേമിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എംബ്രിയോനെ എൻഡോസ്പേമിനെ സെപ്പറേറ്റ് ദർ ഈസ് അലിറോൺ ലെയർ, റൈറ്റ്? 1 peculiarity പറയാമല്ലോ, കോട്ടിലിഡൻ ഈസ് എ റിസർവോയർ ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഇറ്റ്സ് 1 കോട്ടിലിഡൻ. അതർ കോട്ടിലിഡൻ ഈസ് റെഡ്യൂസ്ഡ് എപ്പിബ്ലാസ്റ്റ്. Covering sheath of plumule is coleoptile and covering sheath of radicle is coleorhiza. Okay, and radicle become root system, plumule become shoot system. അങ്ങനെ നിരവധി പോയിന്റ്സ് നമുക്ക് പറയാം. പിന്നെ എംബ്രിയോയുടെ ഭാഗമല്ലാത്ത എൻഡോസ്പേം, എംബ്രിയോയുടെ അടുത്തിരിക്കുന്ന എൻഡോസ്പേമിനെ എംബ്രിയോനെ സെപ്പറേറ്റ് ചെയ്യുന്ന അലിറോൺ ലെയർ ഉണ്ട്. അലിറോൺ ലെയർ ഈസ് ദെയർ, റൈറ്റ്? ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു മീൻസ് ചാപ്റ്ററിനെ ഏറ്റവും നന്നായി ഡീൽ ചെയ്തു. ഡിസ്കഷനിലൂടെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ പോയപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ ഓക്കെ ആണെന്ന് ഉറപ്പാണ്. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ മക്കളെ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണുള്ളത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിനെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ കോൺസെപ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റീവ് എക്സാമിനും അതേപോലെ തന്നെ സബ്ജക്റ്റീവ് എക്സാമിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്കും എങ്ങനെ നമുക്കൊരു ട്രാൻസിഷൻ നടത്താം, എങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഈ ചാപ്റ്ററിനെ ഡീൽ ചെയ്യാം എന്നായിരുന്നു നമ്മൾ ബയോളജിയുടെ കേസ് നമ്മുടെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഡീൽ ചെയ്ത ഗ്യാമറ്റോജെൻസിസിൽ നമ്മൾ ആദ്യം മെയിൽ ഗ്യാമേറ്റ് ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമുക്ക് ആന്തറാണുള്ളത്. ആന്തറിൻ്റെ അകത്ത് ആന്തർ ഈസ് ബൈലോബ്, ഡൈത്തീക്കസ്, ടെട്രഗണൽ വ്യൂ ആന്തർ, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം ആൻഡ് സ്പോറോജീനസ് ടിഷ്യൂൻ്റെ ഓരോ സെല്ലുകളും മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് പ്രൊഡ്യൂസ് മൈക്രോസ്പോർ. അപ്പോൾ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് ആന്തറിൽ, ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. Microspore develops to become male gametophyte, that is pollen grain, right? പിന്നെ നമ്മൾ ഡീൽ ചെയ്തത് ഫീമെയിൽ ഗാമറ്റിനെ കുറിച്ചാണ്. ഫീമെയിൽ ഗാമറ്റ് വരുമ്പോൾ ദാറ്റ് ഈസ് കാർപ്പൽ വരുമ്പോഴത്തേന് കാർപ്പലിനകത്ത് ഓവറി സ്റ്റൈൽ സ്റ്റിഗ്മ. അപ്പോൾ ഓവറിക്കകത്ത് ഓവറിയൻ ക്യാവിറ്റിക്കകത്ത് കുഷൻ, ദാറ്റ് ഈസ് പ്ലാസൻ്റയുടെ പുറത്ത് നമുക്ക് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നു. ഔട്ടർ ഇന്നർ ഇൻറ്റഗ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ന്യൂസില്ലസിൻ്റെ ടിഷ്യൂ ടുവേഴ്സ് മൈക്രോപെലാർ റീജിയൻ ഡെവലപ്സ് ടു ബിക്കം മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് പ്രൊഡ്യൂസ് മെഗാസ്പോർ. അതിൽ 3 മെഗാസ്പോർസ് ടുവേഴ്സ് മൈക്രോപെലാർ ഡീജനറേറ്റ്, only 1 become functional, that is called functional megaspore. That functional megaspore develops to become female gametophyte by consuming nucellus. അവിടെ 3 successive free nuclear mitoid division of നമ്മുടെ ഫീമെയിൽ ഗാമൻ ആ പറഞ്ഞ ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്തിട്ടാണ് 7 celled 8 nucleated embryosac ഉണ്ടാവും.
ദെൻ പോളിനേഷനാണ് കണ്ടേ. പോളിനേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ, ഓട്ടോഗമി, ജീനോഗമി, ജീനോഗമി അല്ലേ. എന്നിട്ട് പോളിനേഷൻ നടക്കുന്നു. കൺട്രോൾ ചെയ്യാം പോളിനേഷൻ ബൈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ആൻഡ് ഓൾസോ വി ഹാവ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. പിന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഡീൽ ചെയ്തു. അതിനുശേഷം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, എൻഡോസ്പേം ഫോർമേഷൻ, അതേപോലെ എംബ്രിയോ ഫോർമേഷൻ, സീഡ് ഫോർമേഷൻ, ഫ്രൂട്ട് ഫോർമേഷൻ. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാതെ ഈ ചാപ്റ്ററിൽ നിൽക്കുന്ന വേറെ പോയിന്റ് സീഡ് ഡോർമൻസി, അതുപോലെ തന്നെ പോളി എംബ്രിയോണി, അപ്പോമിക്സിക്സ്, പാർത്തനോ കാർപ്പി, അതേപോലെ തന്നെ പെരിസ്പേം. ഇത്രയും പോയിന്റ്സ് അടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ചാപ്റ്ററിനെ ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കുക, ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ ബോർഡ് എക്സാമിനും. അതേപോലെ തന്നെ ആ സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്കുള്ള ഒരു ട്രാൻസിഷനും ഒക്കെ ഏറ്റവും എഫക്റ്റീവ് ആകാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.